2014 സുപ്രീം കോടതി വിധി പ്രകാരം നമുക്കതൊരു അംഗീകാരം, അതായത് ആ വെരിഫിക്കേഷന്റെ അഡ്രസ് പ്രകാരമാണ് അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്നുണ്ടോ നോക്കിയിട്ടാണ് പാസ്സാക്കി. ID കാർഡ് തരുന്ന സമയത്ത് എവിടെയാണോ നമ്മൾ കച്ചവടം ചെയ്യുന്നത് അവിടെ ആയിരിക്കണം എന്ത് കൊടുക്കേണ്ടത്. പച്ചക്കറി മാർക്കറ്റ് അവിടെ തന്നെ സ്ഥാപിക്കണം എന്ന് പറയാൻ കാരണം നമസ്കാരം. കോഴിക്കോട്ടെ പാളയം പച്ചക്കറി മാർക്കറ്റ് കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോർപ്പറേഷൻ ഭരിക്കുന്ന ഇടത് ഭരണസമിതിയുടെ നീക്കത്തിനെതിരായിക്കൊണ്ട് വലിയ പ്രതിഷേധത്തിലാണ് തൊഴിലാളികളും വ്യാപാരികളുമെല്ലാം. NIT റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാളയത്തെ കെട്ടിടങ്ങൾക്ക് ബലക്ഷയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോർപ്പറേഷൻ തൊഴിലാളികളിൽ നിന്നും വ്യാപാരികളിൽ നിന്നും വാടകയടക്കം ഈടാക്കുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് അടിയന്തരമായി ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഒരു കാരണവശാലും തങ്ങൾ ഒഴിഞ്ഞു പോകില്ല എന്ന നിലപാടിലാണ് പാളയം മാർക്കറ്റിനകത്തുള്ള വ്യാപാരികളും തൊഴിലാളികളുമെല്ലാം. ഇതിൽ കണ്ട ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്നത് LDF ആണ്. കേരളത്തിൽ LDF ഭരിക്കുന്ന ഏക കോർപ്പറേഷൻ കൂടിയാണ് കോഴിക്കോട്. ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന ഭരണസമിതിക്കെതിരായിക്കൊണ്ടുള്ള പോരാട്ടത്തിന് ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകുന്നത് LDF-ലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള CPI-യുടെ തൊഴിലാളി സംഘടനയായിട്ടുള്ള AITUC ആണെന്നുള്ളതാണ്. സഖാക്കൾ തന്നെ സഖാക്കൾക്കെതിരെ കൊടിയെടുത്തുകൊണ്ട് പോരാട്ടത്തിനിറങ്ങുന്ന അപൂർവമായ കാഴ്ചയ്ക്കാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഇപ്പോൾ വേദിയായിക്കൊണ്ടിരിക്കുന്നത്. ചെങ്കൊടി പിടിക്കുന്നവർ തന്നെ സഖാക്കൾക്കെതിരായിക്കൊണ്ട് സമരത്തിനിറങ്ങേണ്ടി വരുന്നത് എന്തൊരു ഗതികേടാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് തങ്ങൾക്ക് ഇത്തരത്തിലൊരു കടുത്ത തീരുമാനത്തിലേക്ക് കടക്കേണ്ടി വന്നതെന്ന് സംബന്ധിച്ച് AITUC വഴിയോര കച്ചവട യൂണിയൻ സംസ്ഥാന കൗൺസിൽ അംഗം മുഹമ്മദ് ബഷീർ, അദ്ദേഹം പാളയത്തെ വ്യാപാരികളുടെ സമരസമിതിയുടെ ട്രഷറർ കൂടിയാണ്, നമ്മളോട് പ്രതികരിക്കുന്നു. ചേട്ടാ, ഇപ്പോൾ AITUC എന്ന് പറയുന്നത് CPI-ന്റെ ഒരു പോഷക സംഘടനയാണ്. അപ്പോൾ CPI കൂടി ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് കോഴിക്കോട്. എന്നിട്ടും AITUC ഇങ്ങനെ സമരത്തിനിറങ്ങേണ്ട കാര്യം? ഇവിടെ സമരത്തിന് ആധാരമായ കാര്യങ്ങളിൽ +1 എന്താന്ന് വെച്ചാൽ 2014 കേന്ദ്ര ഗവൺമെന്റ് വഴിയോര കച്ചവട നിയമം പാസാക്കി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാളയത്തില് 2014 ഈ സംരക്ഷണം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പാസ്സാകുന്നതിന് ഒട്ടേറെ കാലം മുന്നേ പാളയത്തെ തിരുവോരത്തിൽ കച്ചവടം ചെയ്തു. 2014 സുപ്രീം കോടതി വിധി പ്രകാരം നമുക്കതൊരു അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ നിലയിൽ ഐഡന്റിറ്റി കാർഡിന് സർവേ നടത്തുന്നതിന് മുന്നേ പോലീസ് വെരിഫിക്കേഷന് അതായത് ആ വെരിഫിക്കേഷന്റെ അഡ്രസ് പ്രകാരമാണ് അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്നുണ്ടോ നോക്കിയിട്ടാണ് പാസ്സാക്കി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആണ് കോർപ്പറേഷൻ നമുക്ക് ID കാർഡ് തരുന്ന സമയത്ത് എവിടെയാണോ നമ്മൾ കച്ചവടം ചെയ്യുന്നത് അവിടെ ആയിരിക്കണം എന്ത് കൊടുക്കേണ്ടത്, ലൈസൻസ് കൊടുക്കേണ്ടത്. ഞങ്ങളെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റി നടുമ്പോൾ ഞങ്ങളുമായിട്ട് കൂടിയാലോചന വേണ്ടി വരും. ആ കൂടിയാലോചനയിൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പച്ചക്കറി മാർക്കറ്റ് അവിടെ തന്നെ സ്ഥാപിക്കണം എന്ന് പറയാൻ കാരണം അവിടുത്തെ വ്യാപാരികളും ഞങ്ങളും തമ്മിലുള്ള ഒരു അങ്ങനെയാണ് ബന്ധക്കണക്കര. അതായത് രാവിലെ രാവിലെ ഈ പച്ചക്കറി സാധനങ്ങളൊക്കെ ബൾക്കായിട്ട് വിറ്റ് കഴിഞ്ഞാൽ ബാക്കി സാധനം ഞങ്ങൾക്ക് വില കുറച്ച് കിട്ടുന്നു. ആ വില കുറച്ച് കിട്ടുന്ന സാധനങ്ങൾക്ക് ജനങ്ങൾക്ക് വില കുറച്ച് വിൽക്കാൻ കഴിയുന്നത് ഒരു സാമൂഹ്യ സേവനം കൂടിയല്ലേ? തീർച്ചയായും. അല്ല, ഞാൻ ചോദിക്കുന്നു, അതായത് ഇപ്പം AITUC എന്ന് പറഞ്ഞാൽ CPI-ന്റെ ഒരു പോഷക സംഘടനയാണ്. അപ്പം CPI ആണ് പറയുമ്പോൾ CPI ഉൾപ്പെടുന്ന മുന്നണിയാണ് കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം AITUC എന്ന് പറഞ്ഞാൽ അതായത് വർഗത്തിന്റെ കൂടാണ് നിൽക്കേണ്ടത്. തൊഴിലാളി വർഗം വന്നതിന്റെ ശേഷമാണ് പാർട്ടി വരുന്നത്. തൊഴിലാളിയിൽ കൂടെയാണ് പാർട്ടി വരുന്നത് എന്ന് കരുതി AITUC തൊഴിലാളികൾക്കൊപ്പമാണ്, CPI തൊഴിലാളികൾക്കൊപ്പമാണ്. കോർപ്പറേഷൻ ഭരണാധികാരി കോർപ്പറേഷൻ വേറെ, തൊഴിലാളികളുടെ കൂടെ അല്ലെ, തൊഴിലാളികളുടെ കൂടെയാണ്. ഞങ്ങൾക്ക് ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നവരെ ഞങ്ങൾ ജീവൻ മരണ പോരാട്ടമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ലോക്കൽ സെക്രട്ടറി കൂടിയാണ് അതിന്റെ ടൗണില്. പക്ഷെ ഞങ്ങൾ തൊഴിലാളികൾക്കൊപ്പമാണ്. സമരം ഒരു ഭാഗത്ത് നടക്കട്ടെ, അതിന് കുഴപ്പമില്ലല്ലോ. വേറെ പിടിച്ചു പറിക്കാനൊന്നല്ല പോകുന്നത്. തൊഴിലാളികൾക്ക് വേണ്ടി സമര പോരാട്ടം നടത്തുന്നത് മാത്രം. പിന്നെ AITUC-യുടെ ജില്ലാ പ്രസിഡന്റ് EC സതീശൻ പങ്കെടുക്കുന്നു. അദ്ദേഹം പാർട്ടിയുടെ ആളാണ്. അദ്ദേഹത്തിന് കൂടി നമുക്ക് 2 വാക്ക് ചോദിക്കാം. അതെന്താന്നുള്ളത് അദ്ദേഹത്തിന് ആകുമ്പോഴെങ്കിൽ